അടിപൊളി അടിപൊളി ചേട്ടാ ഇറങ്ങിയോ? ഇപ്പൊ ഒരുപാട് എക്സ്പെക്ടേഷൻസോടെ കണ്ട പടമാണ്. എന്ത് കുറെ പ്രൊമോഷൻസ് നടന്നു. അതിന്റെ റിസൾട്ട് തിയേറ്ററിൽ ഓരോ സീൻസിൽ കയ്യടികൾ ശരിക്കും പറഞ്ഞു ഓരോ സീൻസിൽ നമുക്ക് കാണാൻ പറ്റി. എന്താണ് പ്രേക്ഷകരായിട്ട് കാണുമ്പോൾ എങ്ങനെയാണ്? അല്ല, ഞാനിപ്പോ 9 മണിയായിട്ടുള്ളൂ. ഞാനിതിനെ പറ്റിയിട്ട് എനിക്കും നിങ്ങൾ പറഞ്ഞാലേ അറിയുള്ളൂ. ഞാൻ നേരിട്ട് കണ്ടിട്ട് ഞാൻ വളരെ ഇമോഷണലാണ്. പക്ഷെ ഞാൻ പറയാം, നിങ്ങളാണത് കണ്ടിട്ട് എന്നോട് പറയണ്ടേ. നിങ്ങൾ കണ്ടതാണെങ്കിൽ എന്നോട് പറയും എങ്ങനെയുണ്ട്. അടിപൊളിയായിരുന്നു. മേക്കിംഗ് വൈസ് ആയാലും ശരി, ആക്ടിംഗ് വൈസ് ആയാലും ശരി, എല്ലാം കണ്ടു വെച്ച് ഏറ്റവും ഒന്നുകൂടെ മികച്ചതായിരിക്കും. നിങ്ങൾ 3D കാണും. വളരെ ഇമോഷണൽ കണ്ണുകളൊക്കെ നിറഞ്ഞിരിക്കുന്ന കാണാൻ ഒരു ഇങ്ങനെ റിസൾട്ട് പ്രതീക്ഷിക്കുന്ന. പക്ഷെ ഇത്രത്തോളം ചേട്ടാ രണ്ടു വാക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് നാൾ പണിയെടുത്ത പോലെ തോന്നുന്നുണ്ടോ? നല്ല രീതിയിൽ ടൊവിനോ ഒരു ആക്ഷൻ ലെവലിൽ, ഒരു ആക്ഷൻ ഹീറോ എന്ന ലെവലിലേക്ക് മാറുകയാണ്. ശരിക്കും പറയാം, ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ ഒരു നടൻ എന്നുള്ള നിലയിലേക്കല്ല മാറിയത്, ഒരു വ്യക്തി, നടൻ, കഥാപാത്രം എന്നുള്ളതിൽ മാറി. നമുക്ക് ടൊവിനോ എന്ന് പറയുന്ന ഒരാളെ മറ്റു സിനിമകളിൽ കണ്ടതുപോലെ നിങ്ങൾക്ക് എവിടെയെങ്കിലും കാണാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. അതേ ഒരു വലിയൊരു നടനിലേക്ക് 3 ക്യാരക്ടേഴ്സും വളരെ വ്യത്യസ്തമായിട്ട്. ഞാൻ ഇന്നാണ് കുഞ്ഞിക്കേളുവിനെയും അജയനെയും ഒക്കെ കാണുന്നത്. എനിക്ക് അജയനെ ഭയങ്കരമായിട്ട് ഒരു പാനിന്റെ ലെവലിലേക്ക് മാറാനുള്ള മലയാളത്തിലേക്ക് ഒരു ആക്ഷൻ നായകൻ ലെവലിലേക്കോ ഒരു നടൻ എന്ന് പറയണ, ഒരു നടൻ, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു നടൻ എന്നുള്ള രീതിയിലേക്കുള്ള അദ്ദേഹത്തിന്റെ യാത്ര ഇതാ അവിടുന്ന് തുടങ്ങിയത് അല്ലേ? ഒരുപാട് സ്വപ്നം കണ്ടിരുന്ന മൊമെന്റ് ആയിരിക്കുമല്ലോ ഇങ്ങനെ ഒരു തിരിച്ചറിവ്. അല്ല, അതിന്റെ ഒരു സന്തോഷം. പക്ഷെ ഇതിപ്പോ എനിക്ക് ആ സന്തോഷം വരണമെന്നെങ്കിൽ നിങ്ങൾ പറയൂ. നിങ്ങൾ കണ്ടത് ഒരാൾ പറഞ്ഞു, ബാക്കിയുള്ളവർ പറയൂ എങ്ങനെയുണ്ടെന്ന് അടിപൊളിയായിരുന്നു. താങ്ക് യു. അപ്പൊ 4 പേരോട് പറയും.